കാസർഗോഡ് നീലേശ്വരത്ത് വനം വകുപ്പിന് വട്ടം ചുറ്റിച്ച് കൃഷ്ണപ്പരുന്ത്. നാട്ടുകാരെ ആക്രമിച്ച പരുന്തിനെ വനംവകുപ്പ് പിടികൂടി കാട്ടിൽ വിട്ടെങ്കിലും പരുന്ത് തിരിച്ചെത്തി. പരുന്ത് ഇതുവരെ 20ഓളം പേരെയാണ് ആക്രമിച്ചത്. അരുൺ പാറക്കലാണ് വിവരങ്ങളുമായി കാസർഗോഡ് നിന്നിപ്പോൾ ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഈ വനം വകുപ്പിനെ പുലിയും കടുവയും ആനയും ഒക്കെ വട്ടം ചുറ്റിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാദ്യമായാണ് ഒരു പരുന്ത് ഇങ്ങനെ ദിവസങ്ങളോളം വനം വകുപ്പിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഒക്കെ വട്ടം ചുറ്റിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനുവരി 26-നാണ് ഈ ഒരു കൃഷ്ണപ്പരുന്തിനെ നീലേശ്വരം SS കലാമന്ദിർ ഭാഗത്ത് നിന്ന് വനം വകുപ്പ് പിടികൂടുകയും കർണാടക അതിർത്തിയായ കോട്ടഞ്ചേരി വനമേഖലയിലേക്ക് ഈ പരുന്തിനെ പറത്തിവിടുകയും ചെയ്തത്. പക്ഷേ 6 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതായ പരുന്ത് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം, ഈ പരുന്തിനൊപ്പം മറ്റൊരു പരുന്ത് കൂടി ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആളുകളെയൊക്കെ ഇങ്ങനെ നിരത്തി പരുന്ത് പറന്ന് കൊത്തുകയാണ് എന്നാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 20ഓളം ആളുകളെ ഇതുവരെയും പരുന്ത് ആക്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വാഹനങ്ങളുടെ താക്കോലൊക്കെ പരുന്ത് കൊത്തിക്കൊണ്ട് പറന്നു പോകുന്നു എന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. വനം വകുപ്പ് ആകെ പ്രതിസന്ധിയിലാണ്. ഈ പരുന്തിനെ ഇനി എന്ത് ചെയ്യുമെന്നാണ് വനം വകുപ്പും പറയുന്നത്. ഇതിനെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും പരുന്ത് പറന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, വനം വകുപ്പിന് ഈ പരുന്തിനെ പിടികൂടി കൂട്ടിലടയ്ക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് DFO ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന ഒരു ആശങ്കയിലാണ് ഇപ്പോൾ വനം വകുപ്പുമുള്ളത്. ഇതാ പ്രദേശത്തെ നാട്ടുകാരിൽ ആരോ തന്നെ വളർത്തിയ ഒരു പരുന്താണ്. അതിനുശേഷം അവർക്കത് ശല്യമായപ്പോൾ ഇതിനെ പറത്തിവിടുകയായിരുന്നു. പിന്നീട് നാട്ടുകാർക്കൊക്കെ ശല്യമാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഉടൻ തന്നെ പിടികൂടുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, അപ്പോൾ പരുന്തിനെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അരുൺ പാറക്കലാണ് കാസർഗോഡ് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.